അമ്മ അനു മാതിരി സൂപ്പർ എല്ലാ വേളയും നോക്കും. എൻ്റെ അമ്മ മാതിരി ബുയ്യുടെ അമ്മയെ ഒരു സ്ലോ മോഷൻ എല്ലാം തനിയെ ചെയ്യും. ഞാനൊക്കെ സത്യം പറയാമല്ലോ, ഓണത്തിൽ നിന്ന് എൻ്റെ അമ്മ ഞാൻ ഹെൽപ്പ് ചെയ്യില്ലായിരുന്നു. പക്ഷെ ഇപ്പം എനിക്ക് അതിൻ്റെ വിഷമം മനസ്സിലാവുന്നുണ്ട്. ഇപ്പം ഞാൻ കുക്ക് ചെയ്യുമ്പോൾ ഇപ്പം എനിക്കും അത് മനസ്സിലായി. എനിക്ക് എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്തിരുന്നെങ്കിൽ എന്നൊക്കെ ഞാൻ ഇങ്ങനെ ആലോചിക്കും. പക്ഷെ എൻ്റെ അമ്മ ആ ടൈം ഞാൻ കിടന്ന് ഉറങ്ങും, 10 ഉടനെ കിടന്ന് ഉറങ്ങും. അമ്പലത്തിൽ പോകാൻ വേണ്ടി മാത്രം എണീക്കുമായിരുന്നു. പക്ഷെ ഇപ്പോൾ എന്തോ ഇപ്പം ഞാൻ വിളിച്ചു, ഞാൻ വരട്ടെ എന്നൊക്കെ ചോദിച്ചു. ഇല്ലില്ല, ഒരു പെണ്ണും ചെക്കനും കല്യാണം സദ്യ ഇങ്ങനെ നമ്മളെല്ലാം കുക്ക് ചെയ്ത് വെക്കും, നീ ആ സമയത്ത് വന്നാൽ മതി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി എന്തെങ്കിലും ഉണ്ടോ? ഇല്ലല്ലോ. ഓക്കെ, ഇതെന്താ? ആ ബോളി ചോറിട്ടെ. സുഹൃത്തുക്കളെ, വിവാഹം കഴിച്ച് ചെല്ലുന്ന എല്ലാ പെൺപിള്ളേരും കണ്ടിരിക്കേണ്ട ഒരു വീഡിയോ ആണ് ഇത് കേട്ടോ. ശരിക്കും അനുമോള് വ്ളോഗിലൂടെ ആണെങ്കിലും ശരിക്കും പങ്കുവച്ചിരിക്കുന്നത്, നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് പഠിച്ചിട്ടൊക്കെ ശരിക്കും പറഞ്ഞാൽ ഈ വിവാഹം കഴിഞ്ഞ് ചെറുക്കൻ്റെ വീട്ടിലോട്ട് കയറി പോവുക. അല്ലെന്നുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഇതുപോലെ ഇപ്പം അനുമോൾ ഇത് എന്തോ വലിയ വീരസാഹസികത പോലെയൊക്കെയാണ് ശരിക്കും വരുന്ന ഓരോ കാര്യങ്ങൾ പറയുന്നത്. എനിക്കൊന്നും വെക്കാറിയില്ല, എൻ്റെ ഞാൻ അമ്മയെ സഹായിച്ചിട്ടില്ല, ഇപ്പം എനിക്ക് തോന്നുന്നുണ്ട് അമ്മയെ സഹായിച്ചാൽ മതിയായിരുന്നതൊക്കെ. അനുമോൾ എന്തോ വലിയ സാഹസികത ചെയ്ത കണക്കൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ പറയുന്നത്. പക്ഷേ നമ്മളെയൊക്കെ വീട്ടിലൊക്കെ ശരിക്കും നമ്മുടെ അമ്മമാരൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ പെങ്ങളെ അടക്കം പറയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. മുതുക്ക് പോലെ വളർന്നല്ലോ, ശരിക്കും എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്തുകൂടെ, ഒരു കമിഴ്ന്ന് നടക്കുന്ന ഇല പോലും എടുത്ത് നിവർത്തിയിടാതെ നീ എന്തടി കാട്ടിക്കൂട്ടി എന്നൊക്കെ പറഞ്ഞിട്ട് അത് അടിച്ച് ചെയ്യിപ്പിക്കും. വേണ്ടെന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ചെയ്യിപ്പിക്കുന്ന ഒരു രീതിയാണ്. ഓക്കെ, ഇതൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവരൊക്കെ ശരിക്കും പറഞ്ഞാൽ എന്തോ വലിയ സംഭവമാണ്, എനിക്ക് പണിയറിയാത്തത് വലിയ സംഭവമാണെന്നുള്ള രീതിയിലാണ് ശരിക്കും പറയുന്നത്. അതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ? എന്തായാലും ആ പയ്യൻ ഭുവനേശ്വർ പാവം പിടിച്ചൊരു പയ്യനും അവൻ്റെ അമ്മയൊരു പാവം പിടിച്ചാന്ന് തോന്നുന്നു. അവരായതുകൊണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് കേട്ടിട്ട് ചിരിച്ച് തള്ളുന്നു. പിന്നെ ആ മൂലയ്ക്ക് ക്യാമറ ഇരിപ്പണം, എന്തെങ്കിലും റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ 8ൻ്റെ പണി മേടിക്കാനുള്ള സാധ്യത ഉണ്ടെന്ന് ചിലപ്പോൾ അവർക്ക് തോന്നിയത് കൊണ്ടാവാം അവരൊന്നും പറയാതൊക്കെ ഇരുന്ന് അനുമോൾ കഴിക്കുന്നതൊക്കെ കൊടുത്ത് വിളമ്പി കൊടുക്കുന്നതും ഒക്കെ കഴിച്ചങ്ങ് അഡ്ജസ്റ്റ് ചെയ്ത് പോകണമെന്ന് തോന്നുന്നു. ഓക്കെ, ബാക്കി നമുക്ക് കാണാം. എല്ലാം ഇട്ടല്ലേ? മതി, കൊഞ്ചം റൈസ് മതി. ഹലോ, എനിക്കും കൂടിയാ ഇത് മതി, ரெண்டு பேத்துக்கு இது மதி. ഓണത്തിന് ഒരു ഡയറ്റും ഇല്ല പോവാ. ஆக்சுவலி இந்த ரைஸ் நான் வந்து அங்கே தமிழ்நாட்டில் எங்கே சாப்பிட மாட்டோம். மீன் அங்கே சாப்பிட்றதில்ல. இந்த ரைஸ் இங்கேனால சாப்பிட முடியாது. இன்னொரு ரைஸ் எனக்கு வாங்கி வச்சிருக்கேன். அந்த ரைஸை நான் சாப்பிடுவேன். இதெல்லாம் சாப்பிடுறது கொஞ்சம் சாப்பிட்டா கூட எனக்கு அப்படியே வயிறு ப்ளோட் ஆகும், ரொம்ப பெருசாகும். நான் சாப்பிட மாட்டேன். மோஸ்ட்லி இது ரொம்ப ரேர் நான் சாப்பிட்றது. எனக்கும் அம்மாக்கும் ஊர்லேருந்து ரைஸ் வாங்கிட்டு வந்திருக்கு, அது நாங்கள் சாப்பிடுவோம். அனுவும் அதை சாப்பிட்டு பழகிட்டோம். இல்லை, ഞാൻ ഇവിടെ പോയാലും തമിഴ്നാട്ടിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് ശരിക്കും പറഞ്ഞാൽ അവർക്ക് കഴിക്കേണ്ട അരി വരെ അവർ കൊണ്ടുവന്നിട്ടുണ്ടെന്നാണ് ശരിക്കും പറഞ്ഞാൽ പുള്ളി പറഞ്ഞത്. അരി വരെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇവിടുത്തെ റൈസ് കഴിച്ചു കഴിഞ്ഞാൽ വയറ് ഗ്യാസ് കൊണ്ട് പെരുകി, സോ ഭയങ്കര ഇഷ്യൂ ആവും. സോ അതുകൊണ്ട് അതാണ് കഴിക്കുന്നത്. അനുമോള് നമ്മൾ മലയാളികളാണൊക്കെ ചോറ് വാരി അടിച്ച് കൊടുക്കുകയാണ്. ശരിക്കും കഴിക്ക് പോവാ, കഴിക്കുന്നൊക്കെ പറഞ്ഞിട്ട് വാരി അടിച്ച് കൊടുക്കുകയാണ്. ഓക്കെ, എനിക്ക് അങ്ങനെയൊന്നുമില്ല. ഞാൻ എന്തുണ്ടായാലും ഞാൻ കഴിച്ചു. പരിപ്പടാ, ബിഗ് ബോസിനകത്ത് നമുക്ക് സാറ്റർഡേ സൺഡേ നമുക്ക് തമിഴ്നാട് ഫുഡാണല്ലോ. അപ്പം ഞാൻ അത് കഴിച്ച് പഴകി. എനിക്ക് അങ്ങനെ ഇങ്ങനെ ഫുഡ് വേണം അങ്ങനെയൊന്നുമില്ല. എനിക്ക് എന്ത് കിട്ടിയാലും ഞാൻ കഴിച്ചോളൂ. സോറി, എനിക്ക് വൂത്തി നെയ് നല്ലതാ പോവാ, നെയ് നല്ലതാ. നെയ് വേറെന്താ? പായസം ലാസ്റ്റ്. എല്ലാ കറിയും ഒഴിച്ചില്ലേ? സാമ്പാർ ഞാൻ എടുത്ത് വെച്ച് തരാം. സാമ്പാർ തന്നെ ഫസ്റ്റ് ഊത്തണം. ഇല്ലടാ, സാമ്പാർ കഴിച്ചോളൂ. കൂട്ടുകറി ചോദിച്ചല്ലേ, ഇനിയിപ്പോൾ സാമ്പാറും കൂടെ വെച്ചോട്ടെ. ഇല്ല, ഒഴിക്കണ്ട, ഇവിടെ വെച്ചേക്കാം. കിരണേ, ഞാനൊന്ന് കഴിക്കുവാണേ. ഭയങ്കര ഇഷ്ടമാണ് സദ്യ. മോനാണെങ്കിൽ സദ്യയുടെ കൂടെ എടുത്ത് ചോദിക്കില്ലേ മീനൊക്കെ കിട്ടും. നാളെ ഇപ്പം ഇത്രയും ഐറ്റംസ് അമ്മ നാളെ കുക്ക് ചെയ്ത് വയ്ക്കും. ഭയങ്കര ടേസ്റ്റ്, ഇതിനേക്കാളും ടേസ്റ്റാണ്. ഈ പരിപ്പല്ലേ അമ്മ ഉണ്ടാക്കണം. അമ്മ ഉണ്ടാക്കുന്ന പരിപ്പ് പയറില്ലേ, പയർ കറിയാണ് പരിപ്പ് പയർ കറി, അത് ചോറിൻ്റെ കൂടെ. ചില സ്ഥലത്തൊക്കെ സദ്യ. ചാനലിൽ വ്യൂസ് കൂട്ടാനുള്ള അനുമോളുടെ ഓരോ തത്രപ്പാടുകളാണ് സുഹൃത്തുക്കളെ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ശരിക്കും ഒരേലയിലൊക്കെ ഇരുന്ന് കഴിച്ച് ശരിക്കും എനിക്ക് തോന്നുന്നു ഇവർക്കൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇതിന് മറ്റേ ആളുകളൊക്കെ കാണും. ഓക്കെ, ഓരോ കണ്ടന്റിൻ്റെ ഐഡിയാസും കാര്യങ്ങളും ഒക്കെ പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ
അതുകൊണ്ടായിരിക്കും ഇങ്ങനെ ചെയ്യുന്നത്. കാരണം ഇപ്പോൾ വിവാഹം തന്നെ ഓരോ പാർട്ട് ബൈ പാർട്ടായിട്ടാണ് ഫുൾ അനുമോൾ ഇറക്കിയത്. പക്ഷേ ഈ ഭുവൻ എന്ന് പറയുന്ന വ്യക്തി എങ്ങനെ കണ്ടു, എവിടെ വെച്ച് കണ്ടു, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അനുമോൾ ഇതുവരെ ഒരു മീഡിയയുടെ മുമ്പിൽ പോലും പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ പുള്ളിക്കാരിയുടെ ചാനലിൽ വഴിയേ പുറത്ത് വിടുള്ളൂ എന്നുള്ള രീതിയിൽ ഒരു ഉറച്ച നിലപാടിൽ നിൽക്കുകയാണ്. കാരണം നമ്മളന്ന് കണ്ടതാണ് ശരിക്കും ഇവരുടെ ഫംഗ്ഷനൊക്കെ ഒരുപാട് മീഡിയാസ് വന്നിട്ട് ഭുവന്റെ ബൈറ്റ് എടുക്കുന്ന സമയത്ത് അനുമോൾ അടുത്ത് എന്ന് പറയുന്നു ഒന്നും പറയല്ലേ എന്ന് പറയുന്നുണ്ട്. ഇവർ കണ്ടുമുട്ടിയതിന് ഇത്ര വലിയ സംഭവമാണോ അല്ലെങ്കിൽ ഇത്ര വലിയൊരു സിനിമയ്ക്കുള്ള കഥയുണ്ടോ ഇതൊന്നും നമുക്ക് അറിയാൻ പാടില്ല. അതൊക്കെ പറയുന്നതുകൊണ്ട് ശരിക്കും എന്താണ് പ്രശ്നമെന്ന് എനിക്കറിയാൻ പാടില്ല. എല്ലാത്തിൻ്റെയും മെയിൻ ഫാക്ടർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡോളർ തന്നെയാണ്. ഓക്കെ, നല്ല കട്ടിക്കൊരു ഡോളർ വരണം ഒരു മാസം എന്നുള്ളൊരു ചിന്തയായിരിക്കും അനുമോളെ കൊണ്ട് ഇതെല്ലാം ചിലപ്പോൾ ചെയ്യിപ്പിക്കുന്നത്. വിവാഹത്തിനൊക്കെ അത്യാവശ്യം നല്ല പോലെ ഫണ്ട് ഇറക്കി കാണും, നല്ല പണമായി കാണും. ഇതൊക്കെ ഈ വീഡിയോസ് ഇട്ട് തിരിച്ചു പിടിക്കണം എന്നുള്ളൊരു തീരുമാനത്തിലെത്തി നിൽക്കുകയാണെന്ന് തോന്നുന്നു ശരിക്കും പറഞ്ഞ അനുമോള്. അതുകൊണ്ടാണ് ഇതുപോലുള്ള ഓരോ പ്രശ്നങ്ങൾ ശരിക്കും നമ്മൾ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് അനുമോൾ എത്തിക്കുന്നത് പോലും. ഓക്കെ, നമുക്ക് ബാക്കി കാണാം. കൂടെ നമുക്ക് ഈ പരിപ്പ് കറിയാം. എൻ്റെ വീട്ടിൽ പരിപ്പ് കറി എന്ന് പറഞ്ഞ് കൊടുക്കുന്നത് പയറാ. എനിക്കതാ ഇഷ്ടം. ഇതും ഇഷ്ടമുണ്ട്, പക്ഷെ കൂടുതൽ ഇഷ്ടം അതാ. ഇതെല്ലാം കഴിച്ച് കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഇലയിലൊന്നും ഉണ്ടാകാൻ പാടില്ല. എന്നാലേ പായസവും ബോളിയൊക്കെ ഇടാൻ പറ്റും. കേട്ടോ? ഇഷ്ടപ്പെട്ടാ? ഇങ്ങനെയായിട്ടതൊന്നും ഞാൻ ഉണ്ടാക്കിയതാണ്. ഇഷ്ടപ്പെട്ടാ? ഇഷ്ടപ്പെട്ടാ? ഇഷ്ടപ്പെട്ടു. ഞാൻ പറയല്ലേ പോവാ. ഇഷ്ടപ്പെട്ടു എന്ന് പറ. ഇഷ്ടപ്പെട്ടു. സൂപ്പറാ പറ അങ്ങ് നേരാ. സൂപ്പറാ. சூப்பர் நைஸ். ഇഷ്ടപ്പെടാമ? நல்லா இருக்குப்பா, ரொம்ப இஷ்டமாக இருக்குது. இன்னைக்கு எதுவும் കഴിக்க போனேன். எனக்கு ஒரு நாள் இஷ்டமாக இருக்கலாம், டெய்லி சாப்பிட முடியாது. സാമ്പാർ இருக்கா? വേണോ? ഞാൻ തരാം. സാമ്പാർ ഞാൻ വയ്ക്കാൻ പറ്റും സാമ്പാറൊന്നുമല്ല, അതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് കഴിക്കണം. എന്താ இந்த സാമ്പാർ വേറെ സാമ്പാർ. എനിക്ക് കണ്ടിട്ട് അത്ര നല്ല സാമ്പാറൊന്നും തോന്നിയില്ല. കുഴപ്പമില്ല. ശരിക്കും ഈ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് തോന്നിയതേ അനുമോള് ശരിക്കും പറഞ്ഞാൽ ആ പുള്ളിക്കാരനെ എന്തൊക്കെയോ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്ന പോലെയൊക്കെയാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇവിടെ വന്നിട്ട് ഇവിടുത്തെ കൾച്ചറും കാര്യങ്ങളൊക്കെ അങ്ങ് പഠിപ്പിച്ചെടുത്ത് ഇവിടെ നിർത്തി കൊണ്ടുപോകാനുള്ള പരിപാടിയാണോ ശരിക്കും അനുമോള് നോക്കുന്നതെന്നുള്ള ഒരു തോന്നലായിരിക്കാം അതെനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തോന്നി എന്നുള്ളതാണ്. ഓക്കെ, നമ്മുടെ നാട്ടിൽ നിർത്തി ഇവിടെ ഒന്ന് സെറ്റിലാക്കി എടുക്കാനുള്ള ഒരു പരിപാടിയൊക്കെ അനുമോൾ ശ്രമിക്കുന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ശരിക്കും പറഞ്ഞാൽ മേ ബി ചിലപ്പോൾ രണ്ടുപേരും മോഡലിങ്ങും കാര്യങ്ങളും ഷൂട്ടും ഒക്കെ ആയിട്ട് ഒരുമിച്ച് മുന്നോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ ശരിക്കും അത് നല്ലതായിരിക്കാം. പക്ഷേ ഒരമ്മയുടെ മുമ്പിൽ വെച്ചിട്ട് ചിലപ്പോൾ ഇങ്ങനെയൊക്കെ കാട്ടിക്കൂട്ടുമ്പോൾ അടിച്ചേൽപ്പിക്കാനൊക്കെ ശ്രമിക്കുമ്പോൾ ചിലപ്പോൾ അവരുടെ ഉള്ളിൽ ചിലപ്പോൾ എന്താണ് തോന്നുന്നത് നമുക്കറിയാൻ പറ്റില്ല. ചിലപ്പം അവർ ചിലപ്പോൾ ചിന്തിക്കുമായിരിക്കും അവരുടെ മകനെ എന്നിൽ നിന്ന് പിടിച്ചകറ്റാൻ വേണ്ടി ശ്രമിക്കുകയാണോ എന്നുള്ള ചിന്തയൊക്കെ ചിലപ്പോൾ അവരുടെ ഉള്ളിൽ മേ ബി ചിലപ്പോൾ തോന്നിയേക്കാം. ഓക്കെ, ഇതൊക്കെ ഞാൻ എൻ്റെ തോന്നലുകൾ മാത്രമാണ് പറയുന്നത്, ഉറപ്പുള്ള കാര്യമൊന്നുമല്ല. എനിക്കങ്ങനെ ശരിക്കും പറഞ്ഞാൽ ഒന്ന് തോന്നി. ആ വീഡിയോ കണ്ടിട്ടുള്ള ആളുകൾക്ക് ശരിക്കും പറഞ്ഞാൽ മനസ്സിലായി കാണും ഞാൻ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ബാക്കി കാണാം. കുഴപ്പമില്ല. ഇത് പാവക്കറി. ഇത് കഴിച്ചു നോക്കി. പൈനാപ്പിൾ കറി. പഞ്ചാമൃതം മതി അത്. അപ്പടിയാ? ഇനി ഇത് കഴിച്ചു നോക്ക്. പൈനാപ്പിൾ കൊണ്ടുണ്ടാക്കിയ കറി. സ്വീറ്റ്. ഇത് പച്ചടി. ഇത് ബീട്രൂട്ട്. നല്ലയാ? ഇത് ഓക്കെ. പൈനാപ്പിൾ സ്വീറ്റ് ഇഷ്ടപ്പെട്ടാ? അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. അതെന്താ പറയുമ്പോൾ പൈനാപ്പിളിൻ്റെ ഒരു മധുരക്കുറവുണ്ട്, അതുകൊണ്ടാണ്. ഞങ്ങളിതെല്ലാം കഴിച്ച് കഴിഞ്ഞിട്ട് വരാം. ഇല്ലെങ്കിൽ സോറി, ഇനി എൻ്റെ കൊച്ചു പാവം കഴിക്കാൻ ഇരിക്കണം, അവൻ നോക്കിക്കൊണ്ടിരിക്കുക. അവൻ അതെ ബാ എന്താ കിരൺ ഇരുന്നു. കിരണേ, ഞാൻ ഉണ്ടാക്കിയ സദ്യ എങ്ങനെയുണ്ട്? കഴിച്ചിട്ട് പറയൂ. പൊടിഞ്ഞ പപ്പടം ക്ഷേമായിരിക്കണോ അല്ലേ? ഇനി ഞങ്ങളുടെ ഇല പെട്ടെന്ന് കാലിയായി ഗൈസ്. ഞങ്ങളിനി പായസം ഒഴിക്കാൻ വേണ്ടി പോവുകയാണ്. അമ്മയുടെ അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടു കൊച്ചു കള്ളി. ഞങ്ങൾക്ക് പായസം ഒഴിച്ചു തരട്ടെ? ഒഴിച്ചു തരട്ടെ അമ്മേ? ആ
പൈസ വെച്ച് കൊടുക്കാം. ആ ശരിയാ. ഈ പൈസ ഈ പൈസ കുറച്ചും കൂടെ. ആ അടയും പഴവും കൂടെ മിക്സ് ചെയ്ത് കഴിക്കേണ്ടതാ. ഇതെന്നത്? ഇത് അടപ്പൈസ. ഇത് വേറെ പഴം ഉണ്ടോ? ഏയ് വേണ്ട വേണ്ട, നീ കഴി കഴി കഴി. വേറെ പഴം ഉണ്ടോ? ഞാൻ തരാം. പൊരുമ പൊരുമ. ആ പൊരുന്ന സ്വാമി. ഈശ്വരൻ എങ്ങനെ എന്തോ. പായസം വേറെ സാധനം കൂടെ ഉണ്ട്, എടുത്തേ. പായസമാ? അത് കുടിച്ചിக்கலாம். വേണ്ട, ഇതിൽ വെച്ച് കഴിക്കാം. സാപ്പിടല്ലോ. അത് പോകുന്ന അറിഞ്ഞോത്തുണ്ടാ. അന്ന് പെണ്ണെണ്ണം വന്നില്ലേ വീട്ടില്, എന്താ ആ ടൈമില്. പിന്നെ വേറൊരു സമയം കൊണ്ടായിരുന്നല്ലോ, അതെവിടെയായിരുന്നു? കല്യാണത്തിനോ 2 സമയം. ശരിക്കും പുള്ളിക്ക് താല്പര്യമില്ല, പുള്ളിക്ക് ഇലയിൽ കഴിക്കാൻ താല്പര്യമില്ല. പക്ഷെ പുള്ളിക്കാരി അങ്ങ് അടിച്ചേൽപ്പിക്കുകയാണ്. ഇതെല്ലാം ശരിക്കും നമ്മൾ ഈ വ്യൂവേഴ്സിന് വേണ്ടിയിട്ട് ഇട്ട് തരാൻ വേണ്ടിയിട്ട് കാട്ടിക്കൂട്ടാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു രീതികളായിട്ടാണ് എനിക്ക് ശരിക്കും പറഞ്ഞാൽ തോന്നുന്നത്. ഓക്കെ, എനിക്കൊന്ന് പുള്ളി അത്യാവശ്യം ഇപ്പം മധുരമൊന്നും കഴിക്കാത്ത, അത്യാവശ്യം ഹെൽത്തിലൊക്കെ നല്ലപോലെ കോൺഷ്യസ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു പാവം പിടിച്ച മനുഷ്യൻ. ഓക്കെ, ഭുവനേഷ് ഒരു പാവം പിടിച്ച സാധു മനുഷ്യൻ. അപ്പം പുള്ളി അവരെ നാട്ടിലെ കൾച്ചർ ആയിരിക്കും നോക്കുന്നത്. പക്ഷെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ അത് മാറ്റാൻ വേണ്ടിയിട്ട് ശ്രമിക്കരുത്. ഓരോ നാട്ടിലും ഓരോ കൾച്ചറുണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ നമ്മളത് ഫോഴ്സ്ഫുള്ളി അത് മാറ്റാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ അത് ശരിയാകത്തില്ല. പക്ഷെ അനുമോൾ ഇപ്പോൾ കാട്ടിക്കൊണ്ടിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ അതാണ്. ഓക്കെ, പുള്ളിക്ക് ആ ഇലയിൽ നമ്മുടെ ബ്രഹ്മസലിയാണെന്ന് തോന്നുന്നു, വെള്ള കളറിലെ പായസമാണെന്ന് തോന്നുന്നു, അത് ഒഴിച്ച് കഴിക്കാൻ വേണ്ടിയിട്ട് പുള്ളിക്ക് അതിൽ താല്പര്യമില്ല. പുള്ളി പറയുന്നത് എനിക്ക് ഗ്ലാസ്സിൽ മതി എന്നാണ് പറയുന്നത്. പക്ഷെ അനുമോൾ സമ്മതിക്കുന്നില്ല. അനുമോൾ അതിൽ കഴിച്ചേ പറ്റൂ, അത് കഴിക്കണം, കഷ്ടമുണ്ടോ കഴിക്കുക എന്നൊക്കെ പറഞ്ഞ് അവസാനം റിക്വസ്റ്റ് വരെ ചെയ്ത് നോക്കുകയാണ്. നമുക്ക് നോക്കാം സുഹൃത്തുക്കളെ, പുള്ളി കഴിക്കുമല്ലോ എന്നൊക്കെ നോക്കാം. എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. എനിക്ക് ഗ്ലാസ്സിൽ കുടിക്കണോ? ഇതിപ്പം ഓണല്ലേ, ഒന്ന് ഇച്ചിരി ഇച്ചിരി. ബോളി വേണ്ട, എനിക്ക് വേണം. എനിക്ക് വേണം. നീ സാപ്പിട്. എവിടാ പായസം? എന്താ ഞാൻ ഇച്ചിരി വായിൽ വെച്ച് തരാം. കൊഞ്ചം വേണ്ട. ഇല്ല, ഇച്ചിരി കൊഞ്ചം സ്നേഹത്തോടെ തരണേല്ലേ. മിക്സ് ചെയ്ത് കഴിക്കണോ അമ്മ? കൊഞ്ചം ഇഷ്ടപ്പെടാത്ത ആരെങ്കിലും ഉണ്ടോ? ഇത് കഴിക്കാൻ വേണ്ടി മാത്രം ട്രിവാൻഡ്രത്ത് വരുന്നവരുണ്ട്. ഞാൻ പുറത്തൊക്കെ പോകുമ്പോൾ ഇത് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പറയുന്ന, റിക്വസ്റ്റ് ചെയ്ത് പറയുന്ന ഒത്തിരി പേരുണ്ട്. വരുമ്പോൾ ഒന്ന് ബോളിയും കൊണ്ടുവരണേ, ഒരു 5-6 കവർ ബോളി കൊണ്ടുവരണേ, പറ്റണമെങ്കിൽ പായസം കൂടെ കൊണ്ടുവരണേ, ട്രിവാൻഡ്രം പായസം എന്നൊക്കെ. ഇതൊക്കെ ഇങ്ങനെ കഴിക്കാം. സൂപ്പർ. മതി. രസം വേണോ? കുറച്ച് ചോറും മോരും. കുറച്ച് മതി. മതി 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 മതി. എങ്ങനെയുണ്ടമ്മ? എങ്ങനെയുണ്ട്? அவங்க சொல்றது வந்து மருமக கையால சமைச்சது மாதிரி நான் சாப்பிட்டுக்கிறேன்னு சொன்னாங்க. ഓ അങ്ങനെ. அது வேற எல்லாம் ஆண்டோ 2 பேரும். ഇതിനിപ്പോ ഞാൻ കുക്ക് ചെയ്തോളാം. ഓണத்துக்கு என் மருமக இத்தனை சமைச்சு எங்களுக்கு கொடுப்பாங்க. ആ ഷുവർ. എനിക്കിഷ്ടാ. ഇതൊക്കെ ഉണ്ടെങ്കിൽ കുറച്ച് ടൈം മതി അമ്മ. ആരെങ്കിലും കஷ்டா ஹெல்ப் ചെയ്തതാണ്. ஆனா என் மருமக ஒரு ஹெல்த்தியான இது வந்து எனக்கு நல்லா இருக்கு. எனக்கு ரொம்ப பிடிச்சிருக்கு. எங்க தமிழ்நாடு சாப்பாடை காட்டிலும் கேரளா சாப்பாடு எங்க உடம்புக்கு நல்லா, உடம்பு ஹெல்த்துக்கு நல்லா இருக்கு. அது இல்லை, நம்ம தமிழ்நாடு சாப்பாடு பிரச்சனை இல்லை, நீங்கள் போடுற மசாலா தான் பிரச்சனை. ஐயோ, நிறைய மசாலா, நிறைய கறி, நிறைய ஆயில், அதுதான் பிரச்சனை. ஃபுட்டெல்லாம் எல்லா இடத்துலையும் ஒரே மாதிரி தான் இருக்கும்.
நான் வந்து சமையல் வந்து மருமக மாதிரி பண்ண மாட்டேன். நான் ரொம்ப சுமாராக தான் பண்ணுவேன். நல்லா தான் பண்ணுவாங்க. ஆனால் கொஞ்சம் ஆயில் எக்ஸ்ட்ரா கொஞ்சம் எக்ஸ்ட்ரா நல்லா டேஸ்ட்டாக இருக்கும். ஆனால் ഹെൽത്തി ഇല്ല. ഇഷ്ടപ്പെട്ട് അടക്കുന്നത് ബ്ലോട്ട് ആവും. അത് കഴിക്കുന്നില്ലല്ലോ. പുള്ളിക്കാരിക്ക് വേണമെന്നുണ്ട്. പക്ഷെ ഭൂമം ശരിക്കും പറഞ്ഞാൽ കൊടുക്കാൻ സമ്മതിക്കുന്നില്ല. ഓക്കെ, ശരിക്കും അവർ വളർന്ന രീതിയും അവർ കഴിച്ചുകൊണ്ടിരുന്ന ഒരു ഫുഡ് കൾച്ചറും ഒക്കെ ശരിക്കും പറഞ്ഞാൽ വേറെ ആയിരിക്കും. ഓക്കെ, അപ്പോൾ എന്തായാലും കൊള്ളാം. ഈ അനുമോൾ ഇപ്പോൾ ഈ കാട്ടിക്കൂട്ടിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു രീതിയോട് ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ നിങ്ങൾ ജസ്റ്റ് കമൻസ് ആയിട്ട് രേഖപ്പെടുത്തുന്ന സുഹൃത്തുക്കളെ മറക്കരുതേ. പിന്നെ ഈ വീഡിയോ കാണുന്ന വെമ്പിളാരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ശരിക്കും എന്തെങ്കിലുമൊക്കെ ഒന്ന് വെച്ചുണ്ടാക്കാനോ ഒക്കെ ഒന്ന് പഠിച്ചു വെക്കുന്നത് നല്ലതായിരിക്കും. കാരണം നാളെ ഒരു സമയത്ത് നിങ്ങൾ ഒരു ഭർത്താവിൻ്റെ വീട്ടിലൊക്കെ ചെല്ലുന്ന സമയത്ത് ശരിക്കും ഒന്നും അറിയില്ല എന്ന് പറയുന്നതിനെക്കാട്ടിൽ ഭേദം എന്തെങ്കിലുമൊക്കെ അറിയാമെന്ന് പറയുന്നത് കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കും. അനുഭവങ്ങളൊക്കെ പണം ഉണ്ടായതിൻ്റെ പേരിൽ ശരിക്കും പറഞ്ഞാൽ ഇതെല്ലാം കാട്ടിക്കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. പൈസ ഉണ്ട്, എന്തിനും ഇതിനും പണം എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. സോ കാറ്ററിംഗുകാരെ വിളിക്കുന്നു, ഫുഡ് വീട്ടിലെത്തിക്കുന്നു, അത് വെച്ച് വിളമ്പി കൊടുക്കുന്നു, അതൊരു കണ്ടന്റ് ആക്കി വീഡിയോ ഇടുന്നു. ആ ഒരു സമയത്തിരുന്ന് സംസാരിക്കുന്ന കാര്യങ്ങളൊക്കെ പിടിച്ചിട്ടുമ്പോൾ ലക്ഷങ്ങൾ വ്യൂസും നല്ലൊരു ഏണിങ്സും ശരിക്കും പറഞ്ഞാൽ ഉണ്ടാക്കാൻ പുള്ളിക്കാരിക്ക് പറ്റുന്നുണ്ടായിരിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ബാക്കിയാണ്. ബോളി വേണമാ? ആ മതിമാ. ഇല്ല കഴിക്കട്ട്, സദ്യയല്ലേ പോവാ, കഴിച്ചോട്ടെ. നമ്മ എടുത്തോ എടുത്തോ ഒന്ന് എടുത്തിട്ട് ഒന്ന് അവന് വെച്ചിരുന്നോ. ഇല്ല എടുത്തോ അമ്മ. ഈ സൈഡിൽ വെച്ചോണേ. ചായ എടുത്താ? காஃபியா? ஐயோ நான் சாப்பிட்டுட்டேனே, சுகர் ஃபுல்லாக நிறையா சுகர் எடுத்துருக்கு. ரொம்ப நாள் சுகர் எடுக்காமல் ஃபுல்லாக சுகர் எடுத்து சாப்பிட்டுட்டு ஃபேஸ்லாம் நல்லா பிம்பிள் தான். നീ കഴിക്കുന്ന മതി. ആ എങ്ങനെയുണ്ടാ സൂപ്പറാ? ഇഷ്ടപ്പെട്ട ബോളിയും പായസം? കണ്ട അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടു. വയറ് ഫുള്ളായി. ഓക്കെ പഠിക്കലാമോ? നല്ലതാണെങ്കിൽ ഇങ്ങോട്ടല്ലേടാ? അമ്മ കൂട്ടിക്കുഴച്ച് കഴിച്ചിട്ട് പറ എങ്ങനെയുണ്ടോ. സാരല്ല, അതെ ഒരാളും കൂടെ ഉണ്ട് നമ്മളെ വീട്ടിൽ. ഹായ് ചൊല്ല്. ഹായ് 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 കയ്യില് കഴിക്കകത്തെന്തുവാ? ഇനിയിപ്പോൾ ഇവരുടെ വ്ളോഗിലുടനീളം ഈ പട്ടിക്കുട്ടിയെ കാണാൻ സാധിക്കും. കാരണം ഈ പുള്ളിക്കാരൻ്റെ വിവാഹ സമയത്ത് ഈ പട്ടിക്കുട്ടീനെ ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഏതോ ഒരു കെയർ സെൻ്ററിൽ എന്തോ ആക്കിയിട്ടൊക്കെയാണ് പുള്ളിക്കാരൻ വന്നത്. അന്ന് ഭയങ്കര വിഷമവും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അതിനെ പിരിഞ്ഞിരിക്കുന്നതിൽ ഒരുപാട് വിഷമമുണ്ടെന്നൊക്കെയുള്ള രീതിയിലൊക്കെ പുള്ളിക്കാരൻ അന്ന് കുറേ വ്ളോഗ്സിലൊക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇനി ഇവരുടെ വ്ളോഗുകളിൽ ഉടനീളം നമുക്ക് ഈ പട്ടിക്കുട്ടിയെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇനി അങ്ങോട്ട് ഇവരുടെ കാലമായിരിക്കും. എനിക്കൊന്നും അനുമോൾ ശരിക്കും പറഞ്ഞാൽ വെൽ പ്ലാൻഡ് ആണ് കേട്ടോ. ശരിക്കും ഈ പുള്ളിക്കാരനെ ട്രിവാൻഡ്രത്തോട്ട് എത്തിച്ചത് ഇനി ചിലപ്പോൾ സിനിമ സീരിയൽ ഷൂട്ടിലൊക്കെ ശരിക്കും പറഞ്ഞാൽ പുള്ളിയും കൂടെ ഒന്ന് കൊണ്ടെത്തിക്കും. അതുപോലെ റിയാലിറ്റി ഷോയിൽ കൊണ്ടെത്തിക്കും. അതുകൂടാതെ മോഡലിംഗ് എന്ന് പറഞ്ഞ പരിപാടിയിലേക്ക് കൊണ്ടെത്തിക്കും. അതിനുള്ള ലുക്കും കാര്യങ്ങളും ആറ്റിറ്റ്യൂഡും ഒക്കെ ഒരു നല്ലൊരു വ്യക്തിയാണ് ഈ ഭുവനേഷ്. ഓക്കെ, അപ്പോൾ ഇനി ഇവരുടെ മുന്നോട്ടുള്ള ജീവിതം ശരിക്കും ട്രിവാൻഡ്രത്തായിരിക്കും. അനുമോക്ക് ട്രിവാൻഡ്രം വിട്ട് പോകാൻ ഭയങ്കര പാടാണെന്നാണ് പറഞ്ഞത്. അവൻ എത്ര ഒരു പാവം പിടിച്ച പയ്യനായതുകൊണ്ടായിരിക്കാം അമ്മയായിട്ട് വന്ന് ട്രിവാൻഡ്രത്ത് ഒരു ഫ്ലാറ്റ് എടുത്ത് അവിടെ സെറ്റിലായിട്ട് അവിടെ നിൽക്കുന്നത്. പിന്നെ പുള്ളിക്കാരനെ കൊണ്ട് അനുമോൾ ജസ്റ്റ് ഒരു യൂട്യൂബ് ചാനലും കൂടെ സുഹൃത്തുക്കളെ തുടങ്ങിപ്പിച്ചിട്ടുണ്ട്. അതിൽ അത്യാവശ്യം നല്ല റീച്ച് ഉണ്ട് കേട്ടോ. ഇന്നൊക്കെ എന്തോ ഒരു വീഡിയോ ഞാൻ കണ്ടിരുന്നു, 2-3 ലക്ഷം വ്യൂസ് ഒക്കെ ഉണ്ട്. തുടങ്ങിയുള്ളൂ, 2-3 വീഡിയോസ് ഇട്ടുള്ളൂ. അതിനിടയ്ക്ക് ഇത്ര റീച്ചൊക്കെ എത്തണമെന്നുണ്ടെങ്കിൽ വലിയൊരു കാര്യം തന്നെയാണ്. നമ്മളൊക്കെ എത്ര വീഡിയോസ് ഇട്ട് ഡെയിലി ഞാൻ 3 വീഡിയോസിലൊക്കെ ഇടാറുണ്ട്. എന്നിട്ടാണ് ശരിക്കും പറഞ്ഞാൽ ഒരു 5000-6000 വ്യൂസ് കിട്ടിയാലായി, ഇല്ലെങ്കിൽ ഇല്ല. പക്ഷെ പുള്ളിയുടെയൊക്കെ ഒരു ലെവൽ ഇപ്പോഴും മാറി തുടങ്ങി. ഇനിയിപ്പോൾ ഇവർ അത്യാവശ്യം ഈ ഒരു ഫീൽഡ് തന്നെ പിടിക്കാനുള്ള സാധ്യത ഉണ്ട് കേട്ടോ. അത്യാവശ്യം ഇൻഫ്ലുവൻസേഴ്സ് എന്നുള്ള രീതിയിൽ, നല്ലൊരു ഇൻഫ്ലുവൻസർ എന്നുള്ള രീതിയിൽ പുള്ളിക്കാരനെ കൂടെ അനുമോൾ ഈ ട്രാക്കിലേക്ക് മേ ബി കൊണ്ടുവന്നിട്ട് നല്ല കാര്യം. അവരുടെ ലൈഫ് അടിപൊളിയായിട്ട് തന്നെ കളറായിട്ട് തന്നെ മുന്നോട്ട് പോട്ടെ. അപ്പോൾ നമുക്ക് ബാക്കി കൂടെ കണ്ടിട്ട് വീഡിയോ അതിൻ്റെ കേട്ടോ. എന്തോ സ്റ്റിക്കർ ഒട്ടിയിരിക്കുന്നു ഇവിടെ. കയ്യിൽ എന്തോ സ്റ്റിക്കർ ഒട്ടിരിക്കുന്നു. ഈ കയ്യില് ലെഫ്റ്റ് ഇത്. വേദനിക്കുന്നുണ്ടാവും. അത് എന്താന്നറിയോ? അയ്യോ,
சரி 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 അപ്പം ഞങ്ങളുടെ നിറയുടെ കാലൊരു சாரி அது கொஞ்சம் ஸ்டிக்கர் வந்து கொஞ்சம் ஒட்டிக்கிச்சு. ஸோ அதுதான் வந்து கத்த ஆரம்பிச்சிட்டா. கொஞ்சம் பெயின், நிறைய ஹேர் இருக்குல்ல, ஸோ கொஞ்சம் அதை ரிமூவ் பண்ணுறப்ப ரொம்ப கத்த ஆரம்பிச்சிட்டா. ഓക്കെ. അപ്പം ഞങ്ങൾ സദ്യയൊക്കെ കഴിച്ചു. ഇനി ഞങ്ങൾക്ക് വേറെ പ്രോഗ്രാമൊന്നുമില്ല, ഞങ്ങൾ ഇങ്ങനെ ഇരിക്കുകയാണ്. പിന്നെ വേറെ എന്തെങ്കിലും ഉണ്ടോ നമുക്കൊന്ന്? இன்னைக்கா ആമാ, ഇന്ന പ്രോഗ്രാം ഇതുമില്ല. ഒന്നുമില്ല. പുറത്ത് പോകണം ജസ്റ്റ്. നാളെ അച്ഛൻ്റെ അമ്മയുടെ അടുത്തൊക്കെ പോകുന്നതുകൊണ്ട് ഓണത്തിന് അവർക്ക് എന്തെങ്കിലുമൊക്കെ മേടിക്കണം. വേറെ എന്താ? പിന്നെ നിറയും കൊണ്ട് പോകണ്ടേ? ക്ലിനിക് കൂട്ടി പോകണം. നിറയെ ക്ലിനിക്കിൽ കൊണ്ടുപോകണം. അവനല്ല അവളെ ഗ്രൂം ചെയ്യണം അല്ലേ? ഗ്രൂമിങ് இருக்குது. അപ്പോൾ கொஞ்சம் ஒரு ஏதோ மார்க் மாதிரி இருக்குது, അത് பார்க்கணும். അങ്ങനെ. അപ്പം അത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഒന്ന് വിളിച്ചു ഹാപ്പി ഓണം. അപ്പോൾ എല്ലാവർക്കും ഓക്കെ. ഇവരുടെ ജീവിതം ഇങ്ങനെ തന്നെ കളറായിട്ട് മുന്നോട്ട് പോട്ടെ. ശരിക്കും അനുമോള് ഈ വ്ളോഗിങ്ങിൽ ശരിക്കും പറഞ്ഞാൽ ചില കോപ്രായങ്ങളൊക്കെ കാട്ടിക്കൊടുക്കുന്നതും കുറച്ച് ക്യൂട്ട്നെസ് വാരി വിതറുന്നതൊക്കെ ശരിക്കും കുറച്ച് ക്രിഞ്ചായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. പിന്നെ പുള്ളിക്കാരന് അനുമോളുടെ ഒരു ഇഷ്ടങ്ങൾ പുള്ളിക്കാരനെ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. സോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇതിലെടുത്തിരുന്നതിനോട് എനിക്ക് അത്ര വലിയ യോജിപ്പൊന്നുമില്ല. എങ്കിലും രണ്ടുപേരുടെയും ലൈഫ് അടിപൊളിയാട്ടെ. സോ എല്ലാവർക്കും ഹാപ്പി ഓണം സുഹൃത്തുക്കളെ. അപ്പോൾ നല്ലൊരു വർഷമായിരിക്കട്ടെ ഇനി അങ്ങോട്ട് വരുന്നത്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ജസ്റ്റ് വീഡിയോയിൽ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. ഫേസ്ബുക്കിലാണെന്നുണ്ടെങ്കിൽ ഫോളോ ചെയ്യുക, യൂട്യൂബിലാണെന്നുണ്ടെങ്കിൽ ചാനൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.